ഇന്നത്തെ ദിവസം ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ആദ്യം കണ്ട പോസ്റ്റ് എന്തായിരുന്നു എന്നറിയോ? ഒരു ഫ്ലവർ ഷോപ്പിന്റെ വീഡിയോ ആയിരുന്നു. ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുവന്ന് ഫ്ലവേഴ്സ് തരുന്നൊക്കെ പറഞ്ഞിട്ട്. ആൻഡ് ലെറ്റ് മീ ഷോ യു സംതിങ്. ആക്ച്വലി ഈ ഒരു ദിവസം ഗേൾ ഫ്രണ്ട്സ് ഡേ ആയിരുന്നു. ഒരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ടാണ് അവർ ഡെലിവറി ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടത്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓ ഗേൾ ഫ്രണ്ട്സ് ഡേ ആയതുകൊണ്ട് പൂ കിട്ടിയല്ലേ എന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല, ആ ഒരു വീഡിയോ കണ്ടത് ഞാനായിരുന്നു. അപ്പൊ തന്നെ വീഡിയോ അവർക്ക് അയച്ചു കൊടുത്തു. റോസസും ലില്ലീസും എനിക്ക് വേണ്ടി ഞാൻ തന്നെ അങ്ങോട്ട് ബുക്ക് ചെയ്തു. എന്ത് ചെയ്യാനാ, ഫ്ലവേഴ്സ് ഒക്കെ പണ്ടേ നമുക്കൊരു വീക്ക്നെസ് ആയിപ്പോയി. ലില്ലീസ് ഞാൻ 3 സ്റ്റെമ്മായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് റോസസ് ഞാൻ 10 എണ്ണമായിരുന്നു വാങ്ങിച്ചത്. കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു എനിക്കിത് കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ദിവസം എനിക്കിത് കട്ട് ചെയ്ത് വേസ്റ്റിലാക്കാൻ പറ്റിയില്ല. രാവിലെ വേസ്റ്റിലാക്കാന്ന് പറഞ്ഞിട്ട് ആ ഒരു ദിവസം വെള്ളത്തിൽ ഇറക്കി വെച്ചു. അടുത്ത ദിവസം ആണെങ്കിൽ രാവിലെ ഒരു ആവശ്യമായിട്ട് പുറത്തു പോയതാണ്. തിരിച്ചു വരാനും ലേറ്റ് ആയി. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഇതിനെ കട്ട് ചെയ്ത് വേസ്റ്റിലോട്ട് ആക്കുന്നത്. ലില്ലീസ് കുറച്ചായിട്ട് ബ്ലൂം ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു സ്റ്റമ്മിൽ ഏകദേശം ഒരു 3-4 ലില്ലീസോളം ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ലില്ലീസ് വാങ്ങുന്നത്. എന്റെ ഒരു വിചാരം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ലില്ലീസ് ഒക്കെ കുറച്ച് ടൈം എടുത്തിട്ടേ ബ്ലൂം ആവൂ എന്നൊക്കെ ആയിരുന്നു. പക്ഷെ ഇത് പെട്ടെന്ന് വിരിയുന്നുണ്ടായിരുന്നു. റോസസ് കയ്യിൽ കിട്ടുമ്പോൾ തന്നെ കുറച്ചൊക്കെ ഒന്ന് വിരിഞ്ഞൊരു റോസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊന്ന് വാടിയിരിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു പ്ലാൻ ലവറാണ്. പക്ഷെ യൂണിവേഴ്സ് ചില സമയത്ത് എന്റെ ഒരു പ്ലാൻ കില്ലറാക്കി മാറ്റും. ആറ്റുനോറ്റ് എന്ത് ചെടി വാങ്ങിക്കഴിഞ്ഞാലും അത് വാടിപ്പോവും. ആ ഒറ്റൊരു കാരണം കൊണ്ടാണ് ലില്ലീസ് വളർത്തണം എന്നുള്ള ആഗ്രഹം ഞാൻ മാറ്റി വെച്ചിട്ടുള്ളത്. ലില്ലീസ് ഒക്കെ നേരിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ചെടി വളർത്താൻ ചെറിയൊരു ആഗ്രഹം വരാതെ ഇല്ല. നമുക്ക് നോക്കാം. ലില്ലീസ് കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് ആ മെയിൽ പാർട്ട് കട്ട് ചെയ്ത് കളയണം എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇൻസ്റ്റഗ്രാം യൂണിവേഴ്സിറ്റി പഠിപ്പിച്ചിട്ടുള്ളത്. വെറുതെ എല്ലാവരങ്ങനെ പറയണത്. ഈ ഒരു ഫ്ലവേഴ്സിലുള്ള മൊത്തം കുത്തും പാടും ഒക്കെ ഇല്ലേ, ആ മെയിൽ പാർട്ട് പൊടിഞ്ഞു ആയതാണ് ഇതൊക്കെ. സാധാരണ ഐക്യയിൽ പോകുന്ന ടൈമിൽ എനിക്ക് അവിടെ എന്തൊക്കെ ഉണ്ട്, എന്തൊക്കെ വാങ്ങണം എന്ന് ഒരു ഐഡിയ ഇല്ലാതെ കേട്ടോ പോവാ. പക്ഷെ ഇപ്രാവശ്യം പോകുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം ഉറപ്പിച്ചിട്ടായിരുന്നു പോയത്. ഫ്ലവർ വേസ് വാങ്ങണം. ആൻഡ് ദാറ്റ് ടു ഈ ഒരു ഓറഞ്ച് കളറും നെക്സ്റ്റ് കാണിക്കാൻ പോകുന്ന യെല്ലോ കളറും വാങ്ങണം. അതിപ്പോ എങ്ങനെ ആഗ്രഹം മനസ്സിൽ കൂടിയെന്നല്ലേ. നമ്മുടെ ഡൈക്കറ്റ് സ്മാർട്ടിൽ മെഹന ഉണ്ടല്ലോ, മെഹന ഒരു സ്റ്റുഡിയോ മേക്ക് ഓവർ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ മേക്ക് ഓവറിന്റെ ഫോട്ടോസ് ഒക്കെ എനിക്ക് അയച്ചു തരുമ്പോ ആ ഫോട്ടോസ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചതായിരുന്നു ഈ ഫ്ലവർ വേസ്. ഐക്യയിൽ പോയാൽ എന്തായാലും എടുക്കുന്ന പ്ലാൻ ചെയ്തത്. ഇതോടുകൂടെ ഞാനൊരു കാര്യം തീരുമാനിച്ചു. എന്റെ വീട്ടിൽ ഇനി പോലെ എപ്പോഴും ഒരു ഫ്രഷ് ഫ്ലവർ ഉണ്ടാവും. സത്യം പറഞ്ഞ ഈ സാധനമൊക്കെ കാണുമ്പോൾ നമ്മുടെ മൈൻഡൊക്കെ എന്ത് റീഫ്രഷ്ഡ് ആവുമെന്ന് അറിയോ. അപ്പൊ ലില്ലീസും റോസസും ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർ വേഗം ലൈക്ക് ചെയ്തോ.